അപ്പോൾ CTDFന്റെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്? ടൈപ്പ് ഓഫ് ഓട്ടോമൊബൈൽ ബോഡീസ്, അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. നോക്കിക്കോ, ഫസ്റ്റ് എന്താണ് സെഡാൻ. സെഡാൻ നോക്കിക്കോ. സെഡാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ എല്ലാം ഡിസൈൻ വെച്ചിട്ട് ഒന്ന് കമ്പയർ ചെയ്തിട്ട് മനസ്സിലാക്കണം. ഫസ്റ്റ് ഡിസൈൻ എന്താ? ക്ലോസ്ഡ് ബോഡി വിത്ത് സെപ്പറേറ്റ് കോമ്പോണൻസ് ഫോർ എഞ്ചിൻ. ഒരു ക്ലോസ്ഡ് ബോഡി ആയിരിക്കും. പിന്നെന്താണ്, എഞ്ചിന് സെപ്പറേറ്റ് കോമ്പോണൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ പാസഞ്ചേഴ്സിനും ലഗേജിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ടാവും. എന്താണ് ഫീച്ചർ? 3 ബോക്സ് ഡിസൈൻ ഉണ്ടോ? 1 2 3 ഈ 3 ബോക്സ് ഡിസൈൻ വരും. പിന്നടുത്ത് കംഫർട്ടബിൾ ഫോർ സ്മോൾ ഫാമിലീസ്, ചെറിയ ഫാമിലീസിന് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ എന്താണ്? ഗുഡ് സ്റ്റെബിലിറ്റി ആണ്. അടുത്ത് നോക്കിയോ, അടുത്ത് എന്താണ്? ഹാച്ച് ബാക്ക്. ഹാച്ച് ബാക്ക് എന്താ പ്രത്യേകത മറ്റൊന്ന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ? എ കോമ്പാക്ട് കാർ വിത്ത് റിയർ ഹാച്ച് ഡോർ ദാറ്റ് ഓപ്പൺസ് അപ്വേർഡ് ഫോർ ലഗേജ്. ബാക്കിൽ മുകളിലോട്ട് പൊന്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ഡോർ ഉണ്ടാവും. എന്തിനാണ്? ലഗേജും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യാനായിട്ട്. അടുത്തെന്താണ്? കോമ്പാക്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ്. ഫീച്ചർ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? വെയിറ്റ് കുറവായിരിക്കും, ചെറുതായിരിക്കും. അടുത്തതോ ഈസി പാർക്കിംഗ് ആൻഡ് ഹാൻഡ്ലിംഗ്. പാർക്ക് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും എന്താണ്? ഈസിയാണ്. അടുത്തത് ഹിയർ സീറ്റ് ക്യാൻ ബി ഫോൾഡഡ്. പുറകിലത്തെ സീറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോൾഡ് ചെയ്യാൻ പറ്റും. അടുത്ത എന്താണ്? സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ, അതായത് SUV എന്ന് പറയും അല്ലേ. എ സ്ട്രോങ് ആൻഡ് ടോൾ വെഹിക്കിൾ. നീളം കൂടിയതും അതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ളതായിട്ടുള്ള വാഹനങ്ങളാണ് എന്ത്? SUVs എന്നുള്ളത്. ഡിസൈൻ ചെയ്ത് എന്തിനാണ്? റോഡിലും അതേപോലെ തന്നെ എന്താണ്? ഓൺ റോഡും ഓഫ് റോഡും നേരെയല്ല, അതായത് സാധാരണ രീതിയിലുള്ള റോഡിലും ഓഫ് റോഡിലും പെർഫോം ചെയ്യാൻ എന്ത് സഹായിക്കും? SUV വെഹിക്കിൾസ് സഹായിക്കും. അടുത്തെന്താണ് ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കിയോ? ഹൈ ഗ്രൗണ്ട് ക്ലിയറൻസ്. ഗ്രൗണ്ട് ക്ലിയറൻസ് എന്താണ്? ഹൈ ആണ്. മറ്റു വാഹനം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹൈ ആണ്. സൂട്ടബിൾ ഫോർ ഓൾ ടെറൈൻസ്. എല്ലാ ടെറൈനിലും വർക്ക് ചെയ്യാൻ പറ്റുന്നു. പിന്നെന്താണ്? സ്പീഷ്യസ് ആൻഡ് പ്രൊജഡ്. സ്പീഷ്യസ് എന്ന് വെച്ചാൽ സ്പേഷ്യസ് ആണ്, കുറച്ച് സ്ഥലം ഉണ്ട്. നമുക്ക് മൊത്തത്തിൽ സ്പേസ് നോക്കുകയാണെങ്കിൽ കുറച്ച് നല്ല സ്പേസ് കിട്ടും. അടുത്തത് എന്താണ്? MUV, മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ. ലാർജ് വെഹിക്കിൾ ആണ്. അതേപോലെ തന്നെ എന്താണ്? കുറെ പാസഞ്ചേഴ്സിനെ കെയർ ചെയ്യാൻ പറ്റും. ഗ്രേറ്റർ കംഫർട്ട് ആണ്. മറ്റു വാഹനങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചധികം കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണ്? 6 മുതൽ 9 ആൾക്കാർ വരെ നമുക്ക് ഇതിൽ കൊണ്ടുപോകാൻ പറ്റും. എന്താണ്? മോർ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഫ്ലെക്സിബിൾ സീറ്റിംഗ് അറേഞ്ച്മെന്റ്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ? കംഫർട്ട് ഫോർ ലോങ് ട്രാവൽ. വലിയ ദൂരയാത്രകൾക്ക് കുറച്ചധികം കംഫർട്ട് ആണ്. പിന്നെന്താണ്? കോപ്പെ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ, മസ്താങ് ആണല്ലേ വണ്ടി. കോപ്പെ സ്റ്റൈലിഷ് ആണ്. അതേപോലെ തന്നെ എന്താണ്? 2 ഡോറാണുള്ളത്. വെഹിക്കിൾ വിത്ത് ഫിക്സഡ് റൂഫ് ആൻഡ് സ്പോർട്ടി ലുക്ക്. ഫിക്സഡ് ആയിട്ടുള്ള റൂഫ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഒരു സ്പോർട്ടി ലുക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് നമ്മൾ ഒരു ഭംഗിക്ക് ആകർഷണത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഡിസൈൻ കൊടുക്കുന്നത്. ഫീച്ചർ പറഞ്ഞ പോലെ തന്നെ എന്താണ്? 2 ഡോറ്, അതുപോലെ തന്നെ എന്താണ്? സ്പോർട്ടി സ്റ്റൈലിഷ് അപ്പിയറൻസ് ഉണ്ട്. ലെസ് റിയർ സീറ്റ് സ്പേസ്. പുറകിലത്തെ സീറ്റിന്റെ സ്പേസ് എന്താണ്? കുറവാണ്. രണ്ടാൾക്ക് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റൂ വൃത്തിയിൽ അല്ലേ. അടുത്ത് നോക്കിയോ, കൺവേർട്ടബിൾ. എന്താണ് കൺവേർട്ടബിൾ? നമുക്ക് എല്ലാം അറിയാം. എന്താ? റൂഫിലുള്ള റൂഫ് ടോപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്തിട്ട് പുറകിലേക്ക് മാറ്റാൻ പറ്റും. ക്യാൻ ബി ഫോൾഡഡ് ഓർ റിമൂവ്ഡ്. ഒക്കെ റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ ഫോൾഡ് ചെയ്യാം. എന്തൊക്കെയാ ഫീച്ചേഴ്സ് വരുന്നത്? ഓപ്പൺ എയർ ഡ്രൈവിംഗ്, അതായത് കാറ്റ്, അതായത് ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാം. പിന്നെന്താ? സ്റ്റൈലിഷ് ആൻഡ് സ്പോർട്ടി ആണ്. അതുപോലെ തന്നെ എന്താ? ഫോൾഡ് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് കാണാം പുതിയ വെഹിക്കിളിലൊക്കെ എന്താണ്? സൺറൂഫ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ? നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നല്ല വൃത്തിയിൽ വാഹനം ഓടിക്കാൻ പറ്റും. പിന്നെന്താ? സ്റ്റേഷൻ വാഗൺ. സ്റ്റേഷൻ വാഗൺ എന്തിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്? എങ്ങനെയാണ് അതിന്റെ ഡിസൈൻ വരുന്നത്? എ കാർ വിത്ത് എ എക്സ്റ്റെൻഡഡ് റൂഫ് ലൈൻ ആൻഡ് റിയർ ഡോർ ഫോർ എക്സ്ട്രാ ലഗേജ് സ്പേസ്. അധിക ലഗേജ് സ്പേസിന് ബാക്കിലത്തെ റൂഫ് ലൈൻ എന്ത് ചെയ്യുന്നു? ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ എന്താണ്? ബാക്കിൽ ഒരു എക്സ്ട്രാ ഡോർ പ്രൊവൈഡ് ചെയ്യുന്നു ലഗേജ് വെക്കാൻ വേണ്ടിയിട്ട്. ഫീച്ചർ നോക്കിയോ, ലാർജ് ലഗേജ് കപ്പാസിറ്റി, കോമ്പാക്റ്റബിൾ ഫോർ ലോങ് ട്രിപ്പ്. കുറെ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ലോങ് ട്രിപ്പുകൾ പോകാം. മോർ റിയർ ഹെഡ് റൂം. ബാക്കിലത്തെ ഹെഡ് റൂം എന്ന് പറയുന്നത് കുറച്ച് സ്പേസ് അധികമുണ്ട്. അടുത്ത് നോക്കിയോ, പിക്കപ്പ് ട്രക്ക്.
നമുക്ക് ഫിഗർ തന്നെ മനസ്സിലാക്കാം എന്താണ് അതിൻ്റെ ഒരു ഡിഫറൻസ്. ബാക്കിൽ എന്താണ് പുറകിൽ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ട്, ഒരു ബൂട്ട് സ്പേസ് ബാക്കിലുണ്ട്. ഫ്രണ്ടിൽ അതേപോലെ തന്നെ എന്താണ് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കാരേജ് ആണ് ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും പോകാൻ വേണ്ടിയിട്ട്. പുറകിൽ നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ച് കൊണ്ടുപോകുന്ന സമയത്ത് മൾട്ടിപ്പിൾ യൂസിന് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെന്താ അതിന്റെ ഫീച്ചർ നോക്കിക്കോ, സ്ട്രോങ് ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി. ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി എന്താണ്? സ്ട്രോങ് ആണ്, ഡ്യൂറബിൾ ആൻഡ് റഗ്ഡ്. ഡ്യൂറബിൾ ആണ് എന്ന് വെച്ചാൽ കുറച്ച് അധികം കാലം നമുക്ക് വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അധികം കാലം യൂസ് ചെയ്യാൻ പറ്റും. എന്താ യൂസ്ഡ് ഫോർ ബോത്ത് വർക്ക് ആൻഡ് ക്വാളിറ്റി. വർക്കിനും യൂട്ടിലിറ്റിക്കും, ക്വാളിറ്റി അല്ല യൂട്ടിലിറ്റിയാണ്, വർക്കിന് യൂട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എടുത്ത് നോക്കിയോ, വാൻ്റെ ഷേപ്പ് എങ്ങനെയാ? എ ബോക്സ് ഷേപ്പ്ഡ് ബോഡി ഡിസൈൻഡ് മെയിൻലി ഫോർ ട്രാൻസ്പോർട്ടിംഗ് പാസഞ്ചേഴ്സ് ആൻഡ് ഗൂഡ്സ്. ഒരു ബോക്സ് ഷേപ്പിലുള്ള ബോഡിയാണ്. മെയിനായിട്ട് എന്താണ്? പാസഞ്ചേഴ്സിനെയും ഗുഡ്സിനെയും കൊണ്ടുപോകാനുള്ള ഒരു ബോക്സ് ഷേപ്പ് ആയിട്ടുള്ള ബോഡിയാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെന്താ ഹൈ റൂഫ് ആൻഡ് ലാർജ് സ്പേസ്. റൂഫ് ഹൈ ആണ്, അതേപോലെ തന്നെ എന്താണ് ലാർജ് സ്പേസും ഉണ്ട്. ഈസി എൻട്രി ആൻഡ് എക്സിറ്റ്. അകത്തേക്ക് കടക്കാനും പുറത്തേക്ക് പോകാൻ എന്താണ് നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ഈസി ആയിട്ട് കയറാനും ഇറങ്ങാനും പറ്റും. നോക്കിക്കോ, അടുത്തത് എന്താ? ബസ്. ബസ് എന്താണ്? എ ലാർജ് പാസഞ്ചർ വെഹിക്കിൾ വിത്ത് മൾട്ടിപ്പിൾ റോസ് ഓഫ് സീറ്റ്. കണ്ടോ, 2 റോസ് ഓഫ് സീറ്റ്. ചില ബസ്സിൽ എന്താണ് 2+3 എന്നുള്ള രീതിയിലായിരിക്കും സീറ്റ് ഉണ്ടാവുക. ചില ബസ്സിൽ 2+2 എന്നുള്ള രീതിയിലായിരിക്കും. എന്നാണ് ബസ്സിന്റെ ഡിസൈനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക. വെരി ഹൈ പാസഞ്ചർ കപ്പാസിറ്റി യൂസ്ഡ് ഫോർ പബ്ലിക് ട്രാൻസ്പോർട്ട് ആൻഡ് സ്ട്രോങ് ആൻഡ് സേഫ് സ്ട്രക്ചേഴ്സ്. നോക്കിയോ, 50-58 ആൾക്കാർ വരെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബസ്സാണ്. എന്താണ്? വെരി ഹൈ പാസഞ്ചർ കപ്പാസിറ്റി വേണം. പിന്നെന്താ? പബ്ലിക് ട്രാൻസ്പോർട്ടിന് യൂസ് ചെയ്യാൻ പറ്റും. സ്ട്രോങ് ആൻഡ് സേഫ് സ്ട്രക്ചർ ആയിരിക്കും. അടുത്ത് നോക്കിയോ, കൺവേർട്ടബിൾ. നമ്മൾ ഓൾറെഡി കൺവേർട്ടബിൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് നമ്മളെ ടൈപ്പ് ഓഫ് ഓട്ടോമൊബൈൽ ബോഡീസ് വരുന്നത്. എന്താണ് അടുത്തത്? ബോഡി മെറ്റീരിയൽ. അതുപോലെ തന്നെ കുറച്ച് കീ പോയിന്റ്സ് ഉണ്ട്. ഏതാണ് കീ പോയിന്റ്സ് നോക്കാം. പ്രൊവൈഡ് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മളിത് യൂസ് ചെയ്യുന്നു. രണ്ടാമത്തത് പാസഞ്ചേഴ്സിനെയും ഗുഡ്സിനെയും ക്യാരി ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ എന്താണ്? ഡിസൈൻഡ് ഫോർ സ്പെസിഫിക് യൂസ് ആൻഡ് പർപ്പസ്. ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള യൂസിനും പർപ്പസിനും വേണ്ടിയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നു. അടുത്തത് എന്താ? ബോഡി മെറ്റീരിയൽസ് ആണ്. മെയിനായിട്ട് എന്താ? സ്റ്റീൽ, അലൂമിനിയം, FRP, കാർബൺ ഫൈബർ. ഇത്രയും 3 മെറ്റീരിയലാണ് ഇതിൻ്റെ ഒരു ബോഡി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തെ എന്താണ്? സ്റ്റീൽ. സ്റ്റീൽ എന്താ? സ്റ്റീല് കുറച്ചധികം ഹാർഡ്നെസ് ഉള്ള മെറ്റീരിയൽ ആണ്. അതുപോലെ തന്നെ എന്താ? ഇത് വാഹനങ്ങളുടെ ബോഡി ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്യും. അതേപോലെ തന്നെ അലൂമിനിയം യൂസ് ചെയ്യുന്നു, ERP യൂസ് ചെയ്യുന്നു, കാർബൺ ഫൈബർ യൂസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ബോഡി മെറ്റീരിയൽസിന്റെ കാര്യത്തിൽ യൂസ് ചെയ്യുന്നത്. എന്താ? ബാക്കി എല്ലാ വണ്ടികളും കമ്പയർ ചെയ്തിട്ട് ഫിഗർ വെച്ചിട്ട് വണ്ടികളുടെ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കുക. ഈ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ തന്നെ എന്താ? ഈ കൺവേർട്ടറും സ്റ്റേഷനറി വാഹനം തമ്മിലുള്ള ഒരു വ്യത്യാസം വെച്ചിട്ട് നോക്കാം. കൺവേർട്ടർ എന്താണ്? നമുക്ക് ബാക്കിലുള്ള കാരിയറിനെ അല്ലെങ്കിൽ ബാക്കിലുള്ള റൂഫിനെ നമുക്ക് എന്ത് ചെയ്യാം? പുറകിലോട്ട് കൺവേർട്ട് ചെയ്യാം. എന്ത് ചെയ്യുക? ഈ ഒരു സ്റ്റീൽ, അലൂമിനിയം, ERP അല്ലെങ്കിൽ കാർബൺ ഫൈബർ ഇത്രയും മെറ്റീരിയൽ പഠിച്ചു വെക്കുക. കീ കോമ്പോണൻസ് അല്ലെങ്കിൽ കീ പോയിന്റ്സും പഠിച്ചു വെക്കുക. അതേപോലെ ഈ ഒരു ഫിഗർ വെച്ചിട്ട് ഇതിൻ്റെ ഒരു കമ്പാരിസൺ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ടൈപ്പ് ഓഫ് ഓട്ടോമൊബൈൽ ബോഡീസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചേസിസ് പറഞ്ഞു. അപ്പോൾ ചേസിസ് പറഞ്ഞു, ഫ്രെയിം പറഞ്ഞു. അപ്പോൾ ചേസിസും ഫ്രെയിമും കഴിഞ്ഞിട്ട് വരുന്നതാണ് എന്ത് നമ്മളെ ഓട്ടോമൊബൈൽ ബോഡി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ബോഡി പഠിച്ചു, ബോഡി ഡിഫറെൻറ്റ് ടൈപ്പ് പഠിച്ചു. ആ ഡിഫറെൻറ്റ് ടൈപ്പ് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നും നമ്മൾ പഠിച്ചു. അടുത്തത് എന്താണ്? ഫ്രണ്ട് എഞ്ചിൻ ലേ ഔട്ട്. ഫ്രണ്ട് എഞ്ചിൻ അതായത് നമ്മുടെ വാഹനത്തിലെ എഞ്ചിന്റെ പൊസിഷൻ 3 സ്ഥലത്തായിട്ടാണ് ഉണ്ടാകുന്നത്. എന്താണ്? ഒന്ന് ഫ്രണ്ടിലായിട്ട്, മറ്റൊന്നാണ് മിഡിലായിട്ട്, പിന്നീട് ബാക്ക് അല്ലെങ്കിൽ റിയർ എഞ്ചിൻ. ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും പൊസിഷനാണ് നമ്മുടെ വാഹനങ്ങളിലെ എഞ്ചിന് പ്രധാനമായിട്ടുള്ളത്. അപ്പൊ നോക്കിയോ, ഈ ഫിഗറിൽ എന്താണ്? ഫസ്റ്റത്തെ ഫിഗറിൽ നമ്മൾ കാണുന്നത് എഞ്ചിന്റെ പൊസിഷനാണ്. അപ്പോൾ എഞ്ചിൻ എവിടെയാണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്? പേര് പോലെ തന്നെ എന്താണ്? ഫ്രണ്ടിലാണ് എഞ്ചിൻ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ കോമ്പോണൻസ് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് അറിഞ്ഞു നോക്കാം. എന്താ?
എഞ്ചിൻ വരുന്നുണ്ട്, റേഡിയേറ്റർ വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താ ക്ലച്ച് ടോർക്ക് അല്ലെങ്കിൽ കൺവേർട്ടർ വരുന്നുണ്ട്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വരുന്നുണ്ട്, ഡിഫറൻഷ്യൽ വരുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് അതിന്റെ കോമ്പോണൻസ് ആയിട്ട് വരുന്നത്. എഞ്ചിന്, റേഡിയേറ്റർ, ഗിയർ ബോക്സ്, ക്ലച്ച്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, ഡിഫറൻഷ്യൽ. ഇത്രയും കോമ്പോണൻസ് എന്ത് ചെയ്യുക, വൃത്തിയിൽ നോക്കി വെക്കാം. അടുത്ത എന്താണ് നോക്കിക്കോ, ലേ ഔട്ട് നോക്കിക്കോ. ഇതിന്റെ ലേ ഔട്ട് എങ്ങനെ വരുന്നത്? എഞ്ചിന്റെ പൊസിഷൻ ഫ്രണ്ടിലായിട്ട് വരുന്നു. പിന്നെ അതിനോടനുബന്ധിച്ച് എന്താണ് ക്ലച്ച് വരുന്നു, ഗിയർ ബോക്സ് വരുന്നു, ഡിഫറൻഷ്യൽ വരുന്നു. ആ 3 പാർട്ട് 4 പാർട്ട് എന്ത് ചെയ്യുന്നു അവിടെ കംപ്ലീറ്റ് ആകുന്നു. അങ്ങനെയാണ് ലേ ഔട്ട് വരുന്നത്. പിന്നെന്താ മെയിൻ ആയിട്ടുള്ള കോമ്പോണൻസ് നോക്കിക്കോ. ഒന്നാമത്തെ എന്താ എഞ്ചിൻ കോമ്പോണന്റ്. എഞ്ചിൻ കോമ്പോണന്റ് എന്തിനാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്? പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അടുത്ത് എന്താണ് റേഡിയേറ്റർ. റേഡിയേറ്റർ എന്തിനാണ്? റേഡിയേറ്റർ കൂളിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലച്ച് ടോർക്ക് കൺവേർട്ടർ. എന്താ ക്ലച്ചിന്റെ പൊസിഷൻ കണ്ടോ? എഞ്ചിന്റെ തൊട്ട് താഴെയായിട്ടാണ് ക്ലച്ചിന്റെ പൊസിഷൻ വരുന്നത്. പിന്നെ ഗിയർ ബോക്സ്. ഇപ്പോൾ ക്ലച്ച് നമ്മൾ എൻഗേജ് ഡിസെൻഗേജ് ചെയ്ത് എഞ്ചിൻ പവർ. അടുത്തത് ഗിയർ ബോക്സ്. ഗിയർ ബോക്സ് ക്ലച്ചും എഞ്ചിനുമായിട്ടുള്ള ഒരു കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ത്രൂ ഷാഫ്റ്റ് വഴി എന്ത് ചെയ്യുന്നു? പവർ ഡിഫറൻഷ്യൽ വഴി വീലിലേക്ക് എത്തിക്കുന്നു. ഇത്രയും സാധനങ്ങളാണ് നമ്മളെ ലേ ഔട്ട് ഡയഗ്രത്തിൽ വരുന്നത്. എന്താണ് അഡ്വാൻറ്റേജ് നോക്കാം. നോക്കിക്കോ, ബെറ്റർ എഞ്ചിൻ കോഡിംഗ്. എന്താണ് എഞ്ചിനിന്റെ കൂളിംഗ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. കാരണം ഫ്രണ്ടിലാണ് എഞ്ചിൻ. എന്താണ് ഫ്രണ്ടിൽ നിന്ന് എയർ ഫ്ലോ എന്ത് ചെയ്യുന്നു? എഞ്ചിൻ വഴി കടന്നു പോയിട്ട് നേരെ എവിടെ എത്തുന്നു? എഞ്ചിനിലെത്തുന്നു, കൂൾ ചെയ്യുന്നു. അപ്പോൾ കൂളിംഗ് ബെറ്റർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നു. അടുത്ത എന്താണ് ഈസി മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ. മെയിൻ്റെനൻസും റിപ്പയറും എന്താണ് ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അടുത്തെന്താണ് ഗുഡ് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ. വെയിറ്റ് എന്താണ് ശേഷം നല്ല രീതിയിൽ പല ഭാഗത്തേക്കായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഒരു സ്ഥലത്ത് മാത്രം വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അടുത്തെന്താ സൂട്ടബിൾ ഫോർ എ വൈഡ് റേഞ്ച് ഓഫ് വെഹിക്കിൾ. ഒരു വലിയ വൈഡ് റേഞ്ച് ഓഫ് വെഹിക്കിളിനാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെന്താ റിലയബിൾ ആൻഡ് ഡ്യൂറബിൾ കൺസ്ട്രക്ഷൻ. റിലയബിളും അതേപോലെ തന്നെ എന്താണ് കുറച്ച് കാലം നീണ്ടുനിൽക്കുന്നതായിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തെന്താ ഡിസഡ്വാൻറ്റേജ് നോക്കിക്കോ. ഓക്യുപ്പൈസ് മോർ സ്പേസ് ഇൻ ദി ഫ്രണ്ട്. ഫ്രണ്ടിൽ എന്താണ് കുറച്ചധികം സ്പേസ് പ്രൊവൈഡ് ചെയ്യണം. രണ്ടാമത്തെ എന്താണ് ലോങ്ങർ ഡ്രൈവർ ടൈം ലീഡ്സ് ടു മോർ പവർ ലോസ്. രണ്ടാമത്തെ എന്താണ് ഡ്രൈവർ ട്രെയിൻ വെച്ചാൽ എഞ്ചിന്റെ ഫ്രണ്ടിൽ നിന്നും ബാക്കിലത്തെ ഡിഫറൻഷ്യൽ വരെ എത്തിക്കുന്ന ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്രൈവ് ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അത് കുറച്ച് അധികം പവർ ലോസിന് കാരണമാകുന്നു. ഒന്നാമത്തെ പോയിന്റ് എന്താ ഇൻക്രീസസ് ഓവറോൾ വെയിറ്റ് ഓഫ് ദി വെഹിക്കിൾ. വാഹനത്തിന്റെ ഓവറോൾ വെയിറ്റ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. എന്താണ് ഇത്രയും കോമ്പണൻസ് വരുമ്പോൾ വെയിറ്റിൽ കൂടുതൽ വരും. അപ്പൊ അടുത്തെന്താ ഹയർ മാനുഫാക്ചറിങ് കോസ്റ്റ് കമ്പയർഡ് ടു സം അതർ ലേ ഔട്ട്. മറ്റു ചില ലേ ഔട്ടിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ് മാനുഫാക്ചറിങ് കോസ്റ്റ് കുറച്ച് അധികമാണ്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഡിസഡ്വാൻറ്റേജിന്റെ കേസിൽ. അടുത്തത് എന്താണ് മിഡിൽ എഞ്ചിൻ ലേ ഔട്ട്. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചതാണ് ഫ്രണ്ട് എഞ്ചിൻ ലേ ഔട്ട്. അടുത്താണ് മിഡിൽ എഞ്ചിൻ ലേ ഔട്ട്. നോക്കിക്കോ, നമ്മൾ ഇഷ്ടപ്പെട്ട വണ്ടികളാ മെക്ലറൻ, പോർഷെ, ഫെറാറി. അപ്പോൾ ഇത്രയും വാഹനങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന എന്താണ് ഈ ടൈപ്പ് എഞ്ചിനാണ്, മിഡിൽ എഞ്ചിൻ. അതുപോലെ തന്നെ അതിന്റെ ലേ ഔട്ടും കോമ്പോണൻസും കാര്യങ്ങളൊക്കെ എന്താണ് സെയിം ആണ്. എഞ്ചിന്റെ പൊസിഷനിലാണ് എന്ത് വരുന്നത്? വ്യത്യാസം വരുന്നത്. അപ്പൊ ശ്രദ്ധിച്ചോ, എന്താ എഞ്ചിന്റെ പൊസിഷനിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ എവിടെ യൂസ് ചെയ്യുന്നത്? നമ്മുടെ എഞ്ചിൻ ഉണ്ടാവുക മിഡിൽ പൊസിഷനിലായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? കോമ്പോണൻസ് ഒക്കെ സെയിം തന്നെ, ബാക്കിയുള്ള പോലെ തന്നെ ഡിഫറൻഷ്യലും ഷാഫ്റ്റും ക്ലച്ചും ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എഞ്ചിന്റെ പൊസിഷനാണ് ഇതിന് എന്താവുന്നത്? വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. എഞ്ചിന് എവിടെയായിരിക്കും? മിഡിലായിരിക്കും. റേഡിയേറ്റർ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിലായിരിക്കും. നമുക്ക് എന്താണ് ഈ ഒരു ഫിഗറിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് എന്താണ് ലേ ഔട്ട് നോക്കിയേ. ലേ ഔട്ടിൽ നമുക്ക് കാണാൻ പറ്റും എഞ്ചിന് മിഡിലായിട്ട് പ്ലേസ് ചെയ്തിട്ടിരിക്കുന്നു. റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലാണ്. ക്ലച്ച് എഞ്ചിൻ കഴിഞ്ഞിട്ട് വരുന്നു. പിന്നെന്താണ് ഗിയർ ബോക്സ് വരുന്നു. ഒരു ഷാഫ്റ്റ് വഴി ഡിഫറൻഷ്യലിലേക്ക് കണക്ട് ചെയ്യുന്നു. ഡിഫറൻഷ്യൽ എന്ത് ചെയ്യുന്നു? രണ്ട് ഭാഗത്തേക്കും പവറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഫ്രണ്ടിൽ റേഡിയേറ്ററിന്റെ പോർഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഇത്രയും കാര്യമാണ് എന്ത് നമ്മുടെ ലേ ഔട്ടിൽ വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ കോമ്പോണൻസിന്റെ വർക്കിംഗ് സാധാരണ പോലെ തന്നെ എഞ്ചിൻ, റേഡിയേറ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു, കഴിഞ്ഞ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തു. അതേ ഫംഗ്ഷൻ തന്നെയാണ് കോമ്പോണൻസിന് വരുന്നത്. അതിന് മാറ്റമൊന്നും വരുന്നില്ല. പിന്നെന്താണ്
നമ്മളിതാ നോട്ട് ചെയ്ത് വെച്ചു. ഏത് നമുക്ക് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കുറേ വണ്ടികളുണ്ട്. ഏതാ ലംബോർഗിനി, ഫെറാറി, മെക്ലാറൻ, അങ്ങനത്തെ കുറച്ച് വാഹനങ്ങൾ താഴെ കാണാം. അപ്പോൾ അങ്ങനത്തെ വാഹനങ്ങളിലാണ് പ്രധാനമായിട്ട് എന്ത് ഈ എഞ്ചിന്റെ പൊസിഷൻ മിഡിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അഡ്വാൻറ്റേജ് നോക്കിയോ. ഒന്നാമത്തെ എന്താണ് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ. ഓൾറെഡി പറഞ്ഞു, എഞ്ചിന്റെ പൊസിഷൻ മിഡിലാണെങ്കിൽ എന്താണ് വെയിറ്റ് രണ്ട് ഭാഗത്തേക്കും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക, ഓവർ വെയിറ്റ് ഫീൽ ചെയ്യില്ല. രണ്ടാമത്തെ ഇംപ്രൂവ്ഡ് ഹാൻഡ്ലിംഗ് ആൻഡ് സ്റ്റെബിലിറ്റി എസ്പെഷ്യലി അറ്റ് ഹൈ സ്പീഡ്. ഹൈ സ്പീഡിൽ എന്താണ് ഹാൻഡ്ലിംഗ് സ്റ്റെബിലിറ്റി കൂടുന്നു. എന്താണ് ഇപ്പോൾ മൂന്നാമത്തെ ബെറ്റർ പെർഫോമൻസ് ആൻഡ് സ്പോർട്സ് ആൻഡ് റേസിംഗ് കാർ. അതായത് പെർഫോമൻസ് കൂടിയതും സ്പോർട്സും റേസിംഗ് കാറിലാണ് മെയിനായിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ട്രാക്ഷൻ ട്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് പുറകിലുള്ള വീലും റോഡുമായിട്ടുള്ള കണക്ഷൻ ബെറ്റർ ആവുന്നു. ഡിസഡ്വാൻറ്റേജ് ഒന്നാമത് എന്താ കോംപ്ലക്സ് ഡിസൈൻ ആൻഡ് എക്സ്പെൻസീവ്. കുറച്ച് പൈസ ചിലവുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഡിസൈൻ എന്താണ് കുറച്ച് കോംപ്ലക്സ് ആണ്. രണ്ടാമത്തത് മോർ ഡിഫിക്കൽട്ട് ആക്സസ് ഫോർ മെയിൻ്റെനൻസ്. മെയിൻ്റെനൻസിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്ന സമയത്ത് അത് എന്തെങ്കിലും ഡാമേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സാധനം റീപ്ലേസ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ഹെവി ആയിട്ടുള്ള വർക്കാണ്. മൂന്നാമത്തെ എന്താണ് ഹീറ്റ് മാനേജ്മെന്റ് ഈസ് മോർ ചലഞ്ചിങ്. എന്താ ഹീറ്റ് മാനേജ്മെന്റ് വെച്ചാൽ സ്പോർട്സ് യൂട്ടിലൈസ് ചെയ്യുന്ന വാഹനമാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് മാനേജ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആണ്. കാരണം അത്രയും ഹീറ്റ് അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും. പോരാത്തതിന് മിഡിൽ പൊസിഷനിലാണ് നമ്മുടെ എഞ്ചിൻ ഉള്ളത്. അപ്പോൾ എന്താണ് ഫ്രണ്ടിൽ നിന്നും അത്രയും ടൈം എടുത്തിട്ടാണ് അവിടത്തേക്ക് ഒരു എയർ ഫ്ലോ ആണെങ്കിലും വണ്ടിയുടെ സ്പീഡിനനുസരിച്ച് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഹീറ്റ് മാനേജിങ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അടുത്തെന്താണ് ലെസ് ലഗേജ് ആൻഡ് കേബിൻ സ്പേസ്. കേബിൻ സ്പേസും അതേപോലെ തന്നെ എന്താണ് ലഗേജ് സ്പേസും എന്താണ് വളരെ കുറവാണ്. നമ്മൾ നോർമലി എന്താ ലഗേജ് ഒക്കെ ബാക്കിലാണെങ്കിൽ ഇവിടെ എന്താണ് രണ്ടാൾക്ക് ഇരിക്കാൻ പറ്റുന്ന കേബിൻ സ്പേസും ഫ്രണ്ടിലാണ് നമ്മൾ ലഗേജ് വെക്കുക. അപ്പോൾ അത്രയും ലഗേജിനുള്ള സ്പേസും മാത്രമേ ഇതിന് നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതാണ് എന്ത് മിഡിൽ എഞ്ചിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്പെഷ്യാലിറ്റീസ് അല്ലെങ്കിൽ കുറച്ച് പ്രത്യേകത എന്ന് പറയുന്നത്. ഫ്ലോ ഒക്കെ നമ്മൾ പറഞ്ഞു, പവർ ഫ്ലോ എന്താണ് എഞ്ചിൻ, ക്ലച്ച്, ഗിയർ ബോക്സ്, ഡിഫറൻഷ്യൽ ഷാഫ്റ്റ്, ഡിഫറൻഷ്യൽ, റിയർ വീല്. കാറുകൾ നോക്കിയോ ഇതിനൊക്കെ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. പ്രധാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട കുറച്ച് കാറുകൾ മെക്ലാറൻ, ലംബോർഗിനി അങ്ങനത്തെ സ്പോർട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന കുറച്ചുകൂടി കാണാൻ നല്ല രീതിയിൽ ഭംഗിയുള്ള വണ്ടികൾക്കാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത് നോക്കിയോ ഏതാ മൂന്നാമത്തത് റിയർ ബാക്ക് എഞ്ചിൻ ലേഔട്ട്. പേര് പോലെ തന്നെ ബാക്കിലാണ് എന്ത് എഞ്ചിന്റെ പൊസിഷൻ വരുന്നത്. കോമ്പോണൻസ് ഒക്കെ സാധാരണ പോലെ തന്നെ കൂളിംഗ് ഫാന്, ഡിഫറൻഷ്യൽ, ക്ലച്ച്, ഷാഫ്റ്റ്, എക്സോസ്റ്റ് സിസ്റ്റം ഒക്കെ എന്താണ് പുറകിലാണ് വരുന്നത്. ലേഔട്ട് നോക്കിക്കോ എഞ്ചിന്റെ പൊസിഷൻ എവിടെയാണ് ബാക്കിലാണ്. അത് കഴിഞ്ഞിട്ട് ക്ലച്ച് വരുന്നു, ഗിയർ ബോക്സ് വരുന്നു, ഡിഫറൻഷ്യൽ വരുന്നു. പവർ ഫ്ലോ സെയിം ആണ്. എന്ത് ബാക്കിൽ മൊത്തം യൂണിറ്റ് വരുന്നു എങ്കിലും അല്ലെങ്കിൽ മിഡിലാണ് വരുന്നതെങ്കിലും പവർ ഫ്ലോ എന്താണ് സെയിം ആണ്. ഫ്രണ്ടിൽ ബൂട്ട് സ്പേസ് ഉണ്ട്, അതായത് സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. പവർ ഫ്ലോ സാധാരണ പോലെ തന്നെ എഞ്ചിന്, ക്ലച്ച്, ടോർക്ക് കൺവേർട്ടർ, ഗിയർ ബോക്സ്, ഡിഫറൻഷ്യൽ അതെല്ലാത്തിലും ഒരേപോലെയാണ്. അപ്പോൾ കോമ്പൗണ്ട്സ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേ ഫങ്ഷൻ തന്നെയാണ് കോമ്പൗണ്ട്സിന് ഇവിടെ വരുന്നത്. എഞ്ചിൻ, കൂളിംഗ് ഫാൻ, ക്ലച്ച്, ഗിയർ ബോക്സ്, ഡിഫറൻഷ്യൽ അങ്ങനെ. അടുത്തെന്താണ് അഡ്വാൻറ്റേജ് ബെറ്റർ ട്രാക്ഷൻ ആൻഡ് റിയർ വീൽസ്. അതായത് ബാക്കിലാണ് വെയിറ്റ് വരുന്നത്, അതുകൊണ്ട് എന്താണ് ബാക്കിലത്തെ വീലുകൾക്ക് കുറച്ചധികം ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് കിട്ടുന്നു. മോർ ക്യാബിൻ സ്പേസ് എഞ്ചിൻ ഇൻ ഫ്രണ്ട്. അതായത് എഞ്ചിൻ ബാക്കിലായതുകൊണ്ട് എന്താ കുറച്ച് ക്യാബിൻ സ്പേസ് നമുക്ക് കിട്ടുന്നു. മൂന്നാമത് എന്താ ലോവർ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇംപ്രൂവ്സ് സ്റ്റെബിലിറ്റി. അതായത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വെച്ചാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം. അത് ലോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ലോവർ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആയതുകൊണ്ട് വണ്ടി എന്തായിരിക്കും സ്റ്റെബിലിറ്റി ആയിരിക്കും. ഹയർ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണെങ്കിൽ സെൻറ്ററിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവും, വണ്ടിക്ക് വണ്ടി മറയാനും അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കുറയാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അടുത്തെന്താണ് ബെറ്റർ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫോർ പെർഫോമൻസ് ഡ്രൈവിംഗ്. ഡ്രൈവ് പെർഫോം ചെയ്യുന്ന സമയത്ത് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ് ഈക്വലി എല്ലായിടത്തും ഒരേപോലെയാണ്. അടുത്ത് നോക്കിക്കോ സ്യൂട്ടബിൾ ഫോർ സ്പോർട്സ് ആൻഡ് ഹൈ പെർഫോമൻസ് വെഹിക്കിൾ. ഡിസഡ്വാൻറ്റേജ് ഒന്നാമത്തെ എന്താ പുവർ കൂളിംഗ്, പ്രോപ്പർ ഡിസൈൻ. അതായത് പ്രോപ്പർലി ഡിസൈൻഡ് ആയതുകൊണ്ട് കൂളിംഗ് പുവർ കൂളിംഗ് ആയിരിക്കും, കുറഞ്ഞ കൂളിംഗ് ആയിരിക്കും. എഞ്ചിന്റെ നോയ്സ് എന്ത് ചെയ്യും ക്യാബിനിലേക്ക് എത്തുന്നു, കാരണം ബാക്കിലായതുകൊണ്ട് പെട്ടെന്ന് എഞ്ചിൻ നോയ്സ് ക്യാബിനിൽ എത്തുന്നു. അടുത്ത് നോക്കിക്കോ ഡിഫിക്കൽട്ട് മെയിൻ്റെനൻസ് ആൻഡ് ആക്സസ്. ഇത്രയും കോമ്പൗണ്ട്സ് വരുന്ന സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും ആക്സസ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും.
പിന്നെന്താ ഹൈ റിസ്ക് ഇൻ റിയർ കൊളീഷൻ, ബാക്കിൽ കൊളീഷനോ കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഡാമേജും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തെന്താ ഹാൻഡ്ലിംഗ് ക്യാൻ ട്രിക്കി ഫോർ ഇൻഎക്സ്പീരിയൻസ്ഡ് ഡ്രൈവർ. അത്ര എക്സ്പീരിയൻസ് അല്ലാത്ത ഡ്രൈവർക്ക് എന്താണ് ഹാൻഡ്ലിംഗ് വണ്ടിയെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് എന്താണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു കോമ്പോണൻസിന്റെ ഫംഗ്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ എന്താ ഓവർഫ്ലോ നോക്കുക. ആപ്ലിക്കേഷൻ നോക്കിയപ്പോൾ നമുക്ക് എന്താ ഫോക്സ് വാഗൺ ബീറ്റിൽ യൂസ് ചെയ്യുന്നു, പോർഷെ 911, ഷെവർലെറ്റ്, ലോട്ടസ്, ഇത്രയും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വെഹിക്കിൾസിനാണ് പ്രധാനമായിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അടുത്തത് എന്താണ് എഞ്ചിൻ, കുറച്ച് കീ പോയിന്റ്സ്. എഞ്ചിന് മൗണ്ടഡ് ഓൺ ദി ബാക്ക്, ഓക്കെ ബാക്കിലാണ് എഞ്ചിൻ ഉള്ളത്. പവർ സെൻഡ് ടു ദി വീലിലേക്ക് പവർ കൊടുക്കുന്നു. കൂളിംഗ് ബെറ്റർ ആണ്, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് സ്പോർട്സ് പെർഫോമൻസ് വെഹിക്കിളിലാണ്. അപ്പൊ എന്താ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്തോ, റിയർ എഞ്ചിൻ ലേഔട്ട് ഈസ് റിയർലി യൂസ്ഡ് ഇൻ ബസ്സുകളിലാണ് എന്ത് റിയർ എഞ്ചിന്റെ ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം ചില ലോ ഫ്ലോർ ബസ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താ എഞ്ചിന്റെ പൊസിഷൻ ബാക്കിലാണ് ഉണ്ടാവുക, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ അടുത്ത പോയിന്റ് എന്താ കോമൺ ഇൻ സ്പോർട്സ് കാർസ്, സം കോമ്പാക്ട് കാർസ് ആൻഡ് ക്ലാസിക് വെഹിക്കിൾസ്. കുറച്ച് കോമ്പാക്ട് കാറിനും ക്ലാസിക് വെഹിക്കിളിനുമാണ് ഇത് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താ നമ്മളിപ്പോൾ ഇത്രയേറെ ഡിസ്കസ് ചെയ്ത് എന്താ എഞ്ചിന്റെ 3 പൊസിഷൻസും അതേപോലെ തന്നെ എന്താണ് ഓട്ടോമൊബൈലിന്റെ ബോഡിയുമാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒരു ചെറിയ ടോപ്പിക്കാണ്. അപ്പോൾ ഡീറ്റെയിൽസ് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.